ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്യാമാണെങ്കിൽ അഞ്ജലി ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അലമാരയിൽ നിന്ന് ആ ഡബ്ബ എടുക്കുക കേട്ടോ. അതായത് തേളിൻ്റെ ഡബ്ബ. അതിനുശേഷം എൻ്റെ അഞ്ജലി മോളെ, നീ ഇന്ന് രാത്രി മരിച്ചിരിക്കും. എന്ത് ചെയ്യാനാ, എനിക്ക് നിന്നെ കൊല്ലണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നീ ഇല്ലാതായാൽ മാത്രമേ എനിക്ക് ശ്രുതിനെ കല്യാണം കഴിക്കാൻ പറ്റൂ. ഞാൻ അത്രമാത്രം അവൾ ആഗ്രഹിച്ചു പോയി. എനിക്ക് അവളെ കല്യാണം കഴിച്ചേ പറ്റൂ. എൻ്റെ ഭാര്യയായിട്ട് അവൾ മതി ഇനി എന്നൊക്കെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കട്ടുണ്ട്. അഞ്ജലി നോക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശ്യാം ഇങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് ഓരോന്നിങ്ങനെ ആലോചിച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അഞ്ജലി ചാടി എഴുന്നേക്കും കേട്ടോ. അയ്യോ ശ്യാമേട്ടാ, ശ്യാമേട്ടാ എന്ന് പറഞ്ഞിട്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. എന്താ ശ്യാമേട്ടൻ്റെ പുറകിലെന്താ എന്ന് ചോദിക്കുമ്പോഴേക്കോ നമ്മുടെ അഞ്ജലി അവിടെ നിന്ന് തലകൊണ്ട് എടുത്തിട്ട് ഭയങ്കര ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ശ്യാമിൻ്റെ പുറകിൽ ഒരു തേള് ശ്യാമിൻ്റെ പുറകെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് അഞ്ജലി അയ്യോ തേളെന്ന് പറഞ്ഞിട്ട് ഒച്ചത്തിൽ വിളിച്ചു പോവാണ്. ആ ഒച്ച കേട്ട് അവിടേക്ക് അശ്വിനും അതുപോലെ തന്നെ ആകാശും മുത്തശ്ശിയും മനോരമയും എല്ലാവരും വരുന്നുണ്ട്. എന്താ അഞ്ജലി മോളെ ബഹളം എന്ന് ചോദിക്കുമ്പോൾ അത് ശ്യാമേട്ടൻ്റെ പുറകിൽ ഒരു തേള്, ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ശ്യാമേട്ടൻ അത് കുത്തിയാനായിരുന്നു എന്നിങ്ങനെ പറയാണ്. തേളോ, അതും ഈ വീട്ടിൽ എന്ന് മനോരമ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, തേള് ഇവിടെ വരാൻ ഒരു ചാൻസും ഇല്ലല്ലോ മോളെ. ഇല്ല, ഞാൻ കണ്ടു മുത്തശ്ശി, തേള് വലിയൊരു തേളായിരുന്നു. അതെങ്ങനെ ശ്യാമേട്ടനെ കുത്തിയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ അഞ്ജലി ഇങ്ങനെ പറയുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ എന്താണ് അശ്വൻ പറയുന്നുണ്ട്, ചേച്ചി ശ്യാമേട്ട ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും വിളിക്കുവാണ്. രണ്ടുപേരെയും വിളിച്ചിട്ട് നിങ്ങളിനി ഇവിടെ കിടക്കേണ്ട, എൻ്റെ റൂമിൽ കിടന്നു പറയുമ്പോൾ അയ്യോ കുഞ്ഞപ്പം നീ എവിടെ കിടക്കുമോ, ഞാൻ അപ്പുറത്തെങ്ങാനും കിടന്നോളാം, നിങ്ങൾ ഇവിടെ കിടന്നാൽ മതി. പിന്നെ ചേച്ചി, എനിക്ക് ചേച്ചിയെടുത്തൊരു കാര്യം പറയാനുണ്ട്. ചേച്ചി ഇനി മുതൽ എൻ്റെ കൺവെട്ടത് തന്നെ ഉണ്ടാവണം. ചേച്ചി എവിടെ പോകുമ്പോഴും എന്നോട് പറഞ്ഞിട്ട് വേണം പോകാനായിട്ട്. എന്ത് ചെയ്യുമ്പോഴും എന്നോട് പറയണം. ചേച്ചി എൻ്റെ കൺവെട്ടത്തിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല, എനിക്കത് ഒട്ടും സഹിക്കില്ല എന്ന് പറയാനായിട്ട് ശ്യാമിനൊരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ അശ്വൻ പറയുന്നുണ്ട്, നിങ്ങളെന്നാൽ ഇവിടെ കിടന്നുറങ്ങിക്കോ, ഞാൻ അപ്പുറത്ത് ഉറങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അശ്വിൻ്റെ റൂമിലേക്ക് ആക്കുവാണ്. ശേഷം നമ്മുടെ മനോരമയും അതുപോലെ തന്നെ ആകാശം കൂടിയിട്ടൊക്കെ തേളുണ്ടോ എന്ന് നോക്കുവാണ്. മനോരമ പറയുന്നുണ്ട്, തേളൊന്നും ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല, അഞ്ജലി ബേബിക്ക് തോന്നിയതായിരിക്കും എന്ന് പറയുമ്പോഴേക്കും ആകാശം അയ്യോ തേൾ എന്ന് പറഞ്ഞ് ഒച്ചെടുക്കുമ്പോഴേക്കും മനോരമ അയ്യോ തേളെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകുവാണ്. എന്താടാ ആകാശം, നീ തേളിനെ കണ്ടോ? ഇല്ലെന്നേ, അമ്മയുടെ ബടായി കേൾക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചതാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ അത് കേട്ട് മുത്തശ്ശി ചിരിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ തന്നെ നമ്മുടെ മൈലാഞ്ചി കല്യാണത്തിന് വേണ്ടിയിട്ട് ശ്രുതിയും പ്രീതിയും അവരുടെ വീട്ടുകാരൊക്കെ വരുക കേട്ടോ. അങ്ങനെ മുത്തശ്ശി വാതിൽ തുറക്കുമ്പോഴേക്കും പ്രീതിയും അമ്മയും നിൽക്കുവാണ്. മുത്തശ്ശി വേഗം തന്നെ ആരതി കൊണ്ടുവന്നിട്ട് പ്രീതിനെ നന്നായിട്ട് ആരതി ഒഴിയുന്നുണ്ട്. ശേഷം ചോദിക്കണ്ടല്ല, അവളെവിടെ ശ്രുതി? അത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. എന്ത് പറയുന്നത്, അവൾ ഞങ്ങളെ കൊണ്ട് ഒന്നും എടുപ്പിച്ചില്ല, എല്ലാം അവൾ കൊണ്ടുവരാന്നുകൊണ്ട് പുറകെ വരുന്നുണ്ട് എന്ന് പറയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഈ ചടങ്ങ് നിങ്ങളുടെ വീട്ടിൽ വെച്ച് നടത്താത്ത ചടങ്ങാണ്. എന്ത് ചെയ്യാനും കുഞ്ഞിന് ഒരേ നിർബന്ധം ഇവിടെ വെച്ച് നടത്തണമെന്ന്. അതുകൊണ്ടാന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, അത് സാരില്ല, ഇവിടെ നടത്തിയാലും ഒരുപോലെ തന്നെയല്ലേ, പിന്നെ ഇവിടെ നടക്കുന്നത് ഇങ്ങനത്തെ ഒരു ബന്ധം കിട്ടിയതും എല്ലാം ഞങ്ങളുടെ മഹാഭാഗ്യം എന്ന് അമ്മായി പറയുമ്പോഴേക്കും മനോരമ പറയുന്നുണ്ട്, അതെ അത് നിങ്ങളുടെ മഹാഭാഗ്യം തന്നെയാണ്, ഈ ഭാഗ്യം അധികം ആൾക്കാർക്കൊന്നും കിട്ടില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതെ ആ ഭാഗ്യം ആദ്യം കിട്ടിയതേ ഇവൾക്കുള്ള വീട്ടുകാർക്കുമാണെന്ന് പറഞ്ഞിട്ട് മനോരമേനെ ഇങ്ങനെ പുച്ഛിക്കുക കേട്ടോ. ആ സമയത്ത് മനോരമ ഓൾഡ് ലേഡി അവസരം കിട്ടിയപ്പോൾ എന്നെ കുത്തുവാണ് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം മുത്തശ്ശി പറയുന്നുണ്ട്, എല്ലാ പ്രീതിമോളുടെ മുഖത്ത് എന്താ ഒരു വിഷമം പോലെ, എന്ത് പറ്റി മോളെ എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല മുത്തശ്ശി എന്ന് പറയുന്നുണ്ട്. അച്ഛൻ വരാത്തതിൻ്റെ വിഷമമായിരിക്കുമോ എന്ന് പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെയും അനുഗ്രഹം എപ്പോഴും മക്കളുടെ കൂടെ തന്നെ ഉണ്ടാവും, എന്തിനാ മോള് വിഷമിക്കണേന്ന് ചോദിക്കുമ്പോൾ പ്രീതിയുടെ മുഖം പിന്നെയും വിഷമിച്ച പോലെ ഇരിക്കുക കേട്ടോ. ആ സമയത്ത് അഞ്ജലി പറയണ്ടേ, ഈ വിഷമം വേറെ വിഷമമോ മുത്തശ്ശി, ഇന്ന് എന്തായാലും മെഹന്തി ചടങ്ങല്ലേ, ആകാശിനെ കാണാൻ പറ്റില്ലല്ലോ, മെഹന്തി ഇടുമ്പോൾ ആകാശിനെ കാണാൻ പറ്റില്ലല്ലോ, അതിൻ്റെ വിഷമമായിരിക്കും പ്രീതിക്ക്. ഇവിടെ വരെ വന്നിട്ട് ആകാശിനെ കാണാൻ പറ്റാതാകുമ്പോഴേക്കും ഒരു വിഷമം ഉണ്ടാവില്ലേ മുത്തശ്ശി എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചിരിക്കുക കേട്ടോ. അത് കേട്ട് എല്ലാവരും ചെറുതായിട്ട് ഇങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. വാ അകത്തേക്ക് എല്ലാവരും എന്ന് പറഞ്ഞിട്ട് വിളിക്കുവാണ്. ആ സമയത്ത് മനോരമ അവൾ വന്നേ ഉള്ളൂ, വന്നപ്പോൾ തന്നെ അവളെ തലയിലെടുത്ത് വെച്ചിരിക്കുക മുത്തശ്ശിയും അതുപോലെ തന്നെ മോളും കൂടിയിട്ട് എന്ന് പറഞ്ഞിട്ട് അഞ്ജലിനെയും മുത്തശ്ശിനെയും ഇങ്ങനെ പുറപുറത്തോണ്ടിരിക്കുകയാണ് മനോരമ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ്. ശ്രുതി വലിയ 2 സഞ്ചിയിൽ സാധനങ്ങളൊക്കെ ആയിട്ട് പൊക്കിക്കൊണ്ട് വരിക കേട്ടോ. എൻ്റെ കുട്ടീഷ്ണ, ഇന്ന് ആ കടലമിട്ടാനെ കാണാതിരുന്നാൽ മതിയായിരുന്നു. എൻ്റെ കൃഷ്ണ, അയാളെ കാണുന്നത് എനിക്ക് പേടിയൊന്നുമല്ല, പക്ഷെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ, അതുകൊണ്ട് അയാളെൻ്റെ മുമ്പിലേക്ക് വരുത്തല്ലേ ഈശ്വര, എങ്ങനെയെങ്കിലൊക്കെ റൂമിൽ കയറി പറ്റിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം ശ്രുതി നടന്നു പോകുമ്പോഴേക്കും പെട്ടെന്ന് അശ്വിൻ മുമ്പിലേക്ക് വരുക കേട്ടോ. അശ്വിനെ കാണുന്ന ശ്രുതി ആകെ ഞെട്ടിപ്പോവുകയാണ്. കുറച്ചു നേരം അശ്വിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അശ്വിൻ പറയുന്നുണ്ട്, ഹായ് ശ്രുതി എന്ന് പറയാണ്. ശ്രുതി പെട്ടെന്ന് ഞെട്ടിപ്പോവാണ്. ഹായ് സർ എന്ന് ശ്രുതിയും പറയുന്നുണ്ട്. അല്ല, ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുവാണോ? അതെ സർ എന്ന് പറയാണ്. അതിനുശേഷം അശ്വിൻ പെട്ടെന്ന് ശ്രുതിയുടെ കയ്യിൽ നിന്ന് ആ കവറൊക്കെ മേടിച്ചിട്ട് നിലത്തേക്ക് ഇങ്ങനെ വെക്കുക കേട്ടോ. എന്താ സാർ ഈ കാണിക്കണേന്ന് ചോദിക്കുമ്പോൾ താനതൊക്കെ അവിടെ വെക്കുക എന്ന് പറഞ്ഞിട്ട് അതെല്ലാം നിലത്തേക്ക് വെക്കുകയാണ്. ശേഷം ശ്രുതിയുടെ കൈ അശ്വിൻ ഇങ്ങനെ പിടിക്കുക കേട്ടോ. എന്താ സാർ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതിയുടെ കൈ പതുക്കെ ഇങ്ങനെ
എന്താണ് ഉയർത്തിപ്പിടിച്ചതിന് ശേഷം കൈകളിങ്ങനെ തുറന്നതിന് ശേഷം അതിലേക്ക് അശ്വിൻ ആ കമ്മൽ വെച്ച് കൊടുക്കുകയാണ്. ദേ തൻ്റെ കമ്മൽ, ഇന്നലെ നഷ്ടപ്പെട്ട കമ്മൽ. ആ എൻ്റെ കമ്മൽ, താങ്ക് യു സർ എന്ന് പറയാണ്. പിന്നെ താൻ മത്സരത്തിൽ വിജയിച്ചു എന്ന് വിചാരിക്കേണ്ട. അതിനെന്താ, ഞാനല്ലേ മത്സരത്തിൽ വിജയിച്ചത്. ആ നടരാജ വിഗ്രഹം മുത്തശ്ശി എനിക്കാണല്ലോ തന്നത്, അതെൻ്റെ വീട്ടിലുണ്ട് എന്ന് പറയാണ്. അതെ, മത്സരം കഴിഞ്ഞിട്ടില്ല, തുടങ്ങിയേ ഉള്ളൂ. സാർ എന്തൊക്കെയാണ് പറയണത്? മത്സരം കഴിഞ്ഞല്ലോ, അതുകൊണ്ടല്ലേ എനിക്ക് സമ്മാനം കിട്ടിയത്. അത് ഞാൻ കൂടെ ഡാൻസ് കളിച്ചുകൊണ്ടല്ലേ താൻ ജയിച്ചത്. സാർ അങ്ങനെയൊന്നും പറയണ്ട സാർ. കൂടെ വന്ന് ഡാൻസ് കളിക്കാൻ ഞാൻ സാറിനോട് പറഞ്ഞു, എന്നിട്ട് കളിച്ചു, എന്നെ സഹായിച്ചു. അതിനിങ്ങനെ അപ്പോൾ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല സാർ എന്ന് പറയാണ്. അതിനുശേഷം ശ്രുതി പറയുന്നുണ്ട്, സാറ് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ അത് ജയിച്ചാനേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകും കേട്ടോ. പോയിട്ട് ഒന്ന് തിരിഞ്ഞ് നോക്കുന്നുണ്ട് അശ്വിന് ശ്രുതിനെ നോക്കുവാണ്. ചെറിയൊരു ചിരി രണ്ടുപേരുടെ മുഖത്ത് വരുന്നുണ്ട് കേട്ടോ. ശ്രുതി നാളത്തോടു കൂടി തന്നെ അകത്തേക്ക് കയറി പോവുകയാണ്. ശേഷം കാണിക്കുന്ന ആകാശിനെയാണ്. ആകാശിനെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് എനിക്ക് വരുന്നുണ്ട്, എന്താ ആകാശ് ബ്രോ ആകെ ടെൻഷനായിട്ട് നടക്കണതെന്ന് പറയുമ്പോൾ, ഒന്നുമില്ല, ഓരോരോ ആചാരങ്ങളെ. ആചാരം അതാരാ? അച്ചാരമല്ല, ആചാരം, കസ്റ്റംസ്. ഓ അതാണോ? അല്ല ഇപ്പം എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോഴേക്കും, അല്ല മെഹന്തി ഇടുന്ന സ്ഥലത്തേക്ക് ആണുങ്ങൾക്ക് പ്രവേശനമില്ല അത്രേ, പിന്നെ എന്തിനാ മെഹന്തി ഇവിടെ വെച്ചിടുന്നത്? അവർക്ക് വല്ല അവരുടെ വീട്ടിൽ പോയി ഇട്ടുവിടായിരുന്നോ? പിന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവരെ? എനിക്കങ്ങ് പ്രീതിനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. അത് പ്രോ പറഞ്ഞാൽ ശരിയാണ്, എനിക്ക് ശ്രുതിനെ കുമാരിനെ ഒന്ന് കാണണമായിരുന്നു, ശ്രുതിനെയും കാണാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. ഒരു കാര്യം ചെയ്താലോ ബ്രോ, നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? അത് ശരിയാവില്ല, മുത്തശ്ശേരനെ വഴക്ക് പറയും. നമുക്ക് ഈ വേഷത്തിൽ പോയാലല്ലേ കുഴപ്പമുള്ളൂ, നമുക്ക് പെൺവേഷത്തിൽ പോവാം. പെൺവേഷത്തിൽ നമ്മുടെ മീശയിൽ ഇങ്ങനെ തൊടുവാട്ടോ ആകാശ്. ആ സമയത്ത് എനിക്ക് പറഞ്ഞോ, മീശയൊന്നും വെട്ടണ്ടതേ, നമുക്ക് പെണ്ണുങ്ങളെ പോലെ ഡ്രസ്സ് ചെയ്ത് അവിടെ അടുത്തേക്ക് പോവാം. അത് നടക്കില്ല, അതൊക്കെ വെറുതെ ബോറാണ് എനിക്ക് എന്ന് പറയുമ്പോൾ, നടക്കും, ഞാൻ കാണിച്ചുതരാം അതെങ്ങനെയാണ് നടക്കണമെന്ന് ഞാൻ കാണിച്ചുതരാം. ബ്രോ ഇവിടെ നിൽക്ക്, വെയിറ്റ് ആൻഡ് സീ എന്ന് പറയണം. അതിനുശേഷം എനിക്ക് ഒരു സാരിയെ കൊടുത്തിട്ട് വരുവാട്ടോ. ഇതെന്താ ബ്രോ എന്ന് ചോദിക്കുമ്പോൾ, നോക്കിക്കോ, ഞാൻ അവിടെ പോയിട്ട് ശ്രുതികുമാരനെ എങ്ങനെയാണ് കണ്ടിട്ട് വരുന്നത് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് നടന്നു പോകുമ്പോഴേക്കും പെട്ടെന്ന് സാരി അഴിഞ്ഞു പോവാട്ടോ. ആ സമയത്ത് ആകാശ് വിളിക്കണ്ടേ, എനിക്ക് എന്താ ബ്രോ ഇത് സാരി അഴിഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോഴേക്കും, തൻ്റെ സാരി അഴിഞ്ഞിടോ എന്ന് പറയുമ്പോഴേക്കും എനിക്ക് വേഗം സാരിയൊക്കെ വലിച്ചു കൂട്ടി വേഗം മുകളിലേക്ക് കയറി പോവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആകാശേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുവാട്ടോ. ദേ ചേച്ചിയോ? എന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പോഴേക്കും, അല്ല നീ എവിടെന്താ ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കണത് എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല, അറിയാലോ മെഹന്തി ചടങ്ങിന് ആണുങ്ങൾക്ക് പ്രവേശനമില്ല എന്നൊരു ദിവസം ക്ഷമിക്കടാ, എനിക്കറിയാം നിനക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല പ്രീതിനെയല്ലേ എന്ന് പറയുമ്പോൾ, ഒന്ന് ക്ഷമിക്കും, നീ ആ മുറിയിലേക്ക് പോയേ എന്ന് പറയാണ്. അതിനുശേഷം മെഹന്തി ഇടാൻ വേണ്ടി തുടങ്ങും കേട്ടോ. നല്ല നല്ല ഡിസൈനൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ മനോരമ അമ്മായും കൂടിയിട്ട് അതിലൊരു ഡിസൈൻ സെലക്ട് ചെയ്യുവാണ്. അങ്ങനെ ആ ഒരു ഡിസൈൻ പ്രീതിയുടെ കയ്യിലേക്ക് ഇടാൻ വേണ്ടി തുടങ്ങും കേട്ടോ. അങ്ങനെ കൂടെ ശ്രുതിയുണ്ട്. അങ്ങനെ പ്രീതിനെയും ശ്രുതിനെയും മാറി മാറി നോക്കി നിൽക്കുവാണ് ആകാശും അതുപോലെ തന്നെ എനിക്കും കൂടിയിട്ട്. എനിക്ക് ശ്രുതിനെയും ആകാശ് പ്രീതിനെയും മാറി മാറി നോക്കുന്ന ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഇന്നത്തെ എപ്പിസോഡ് അത്രയും കാണിച്ചുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.